Hello dear students, welcome to Madrood. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. At what points x, y in the plane are the functions continuous? g of xy equal to x square plus y square by x square minus 3x plus 2. നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. കാരണം x ഉം y രണ്ട് വേരിയബിൾ ഉണ്ട് ഇവിടെ. ഈ ഫംഗ്ഷന് നമ്മൾ ഏതൊക്കെ പോയിന്റ്സിലാണ് കണ്ടിന്യൂസ് ആയിരിക്കുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് മേലെ ഒരു ഫംഗ്ഷന് താഴെ ഒരു ഫംഗ്ഷൻ, എങ്ങനെ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഈ ടൈപ്പ് ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ പോയിന്റ്സിൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഡിഫൈൻഡ് ആവില്ല എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ 0 അല്ലാത്ത പോയിന്റ്സിലാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുക, ആ പോയിന്റ്സിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. അപ്പൊ ഡിനോമിനേറ്റർ 0 അല്ലാത്ത പോയിന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിന് നോട്ട് ഈക്വൽ 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്ററിന് നോട്ട് ഈക്വൽ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ എക്സ് വൈ സോ ദാറ്റ്, അതായത് നമ്മളെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നമ്മളെ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും എല്ലാ എക്സ് വൈ എന്നുള്ള പോയിന്റ്സിലും. ഏത് പോയിന്റ്സ് ചോദിച്ച്? ഇതാ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 3x plus 2 0 അല്ലാത്ത പോയിന്റ്സ് ചോദിച്ച്. ഇനി ഈ പോയിന്റ്സ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കാം. നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 3x plus 2 നമുക്ക് രണ്ട് ബ്രാക്കറ്റ് ആക്കി എഴുതാം. അതെങ്ങനെ ഈസി ആയിട്ട് എഴുതാം? നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് ബ്രാക്കറ്റ് ഇവിടെ ഇടാം, ഇവിടെ എക്സ് എഴുതാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പർ എടുക്കുക +2, അതേപോലെ ഈ നമ്പർ എടുക്കുക -3. മൾട്ടിപ്ലൈ ചെയ്താൽ +2ഉം ആഡ് ചെയ്താൽ -3ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുക. നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്താൽ -1 into -2 എന്താണ്? അത് 2 ആണ്. -1ഉം -3ഉം കൂടെ ആഡ് ചെയ്താൽ, ഓക്കെ, -1ഉം -2ഉം കൂടെ ആഡ് ചെയ്താൽ -3 ആണ്. ഓക്കെ, നോക്കൂ, ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ +2 കിട്ടുന്നുണ്ട്, ഈ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ -3 കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1ഉം -2ഉം. ആ -1ഉം -2ഉം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക, -1ഉം -2ഉം. അപ്പൊ x -1 into x -2 അല്ലെങ്കിൽ x -2 into x -1. ഇതിനെ തിരിച്ചെഴുതിയാലും സെയിം തന്നെയാണ്. അപ്പൊ നോക്കൂ, നമ്മളെ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ എഴുതി, x -2 into x -1 എഴുതി. അപ്പൊ ഈ എക്സ്പ്രഷൻ 0 അല്ലാത്ത പോയിന്റ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്രഷൻ 0 അല്ലാത്ത പോയിന്റ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നോക്കൂ, x -2 into x -1 0 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? x -2 into x -1 0 അല്ല എന്ന് പറഞ്ഞാൽ x -2 0 ആവരുത്, അതേപോലെ x -1ഉം 0 ആവരുത്. x -2 0 അല്ലെങ്കിൽ x എന്തല്ല? x 2 ആവരുത്. ഓക്കെ, അതേപോലെ x -1 0 അല്ല എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു എന്താവരുത്? x എന്താവരുത്? 1 ആവരുത്. ഓക്കെ, അപ്പൊ x 1ഉം 2 അല്ലാത്ത, ഓക്കെ, x 2ഉം 1ഉം അല്ലാത്ത പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 2ഓ 1ഓ, എക്സിന് ഇവിടെ 2ഓ 1ഓ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ നമ്മൾ പെയർ എക്സ് വൈ എഴുതുമ്പോൾ അതിൽ എക്സിന്റെ ഈ ഫസ്റ്റില് 1ഓ 2ഓ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വരാത്ത ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ ആ പോയിന്റ്സിലെല്ലാം ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഈ ഫംഗ്ഷൻ നോക്കാം. g of xy equal to 1/x square minus y. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ മേലെ 1 എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് 1 എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. താഴെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്കറിയാം, ഇത് മേലെ താഴെ ഈ രൂപത്തിൽ ഫ്രാക്ഷൻ ആയിട്ടുള്ള രൂപത്തിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ 0 അല്ലാത്ത പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഡിനോമിനേറ്റർ നമ്മൾ 0 ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ x സ്ക്വയർ മൈനസ് y നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ x സ്ക്വയർ നോട്ട് ഈക്വൽ ടു y ആയിരിക്കണം. ഓക്കെ, അപ്പൊ x സ്ക്വയർ yക്ക് ഈക്വൽ അല്ലാത്ത പോയിന്റ്സ് നമ്മൾ എടുക്കാം. അപ്പൊ ഓൾ എക്സ് വൈ സോ ദാറ്റ് y നോട്ട് ഈക്വൽ ടു x സ്ക്വയർ. അപ്പൊ yയും x സ്ക്വയറും ഈക്വൽ അല്ലാത്ത ഏതൊക്കെ x y എന്നുള്ള പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ ആ പോയിന്റ്സിലെല്ലാം ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇത് ഈക്വൽ ആണ്, അതായത് y ഈക്വൽ ടു x സ്ക്വയർ ആവുന്ന
ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്താവില്ല, കണ്ടിന്യൂസ് ആവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 1 1 എന്നുള്ള പോയിന്റ് എടുത്തു. ഓക്കെ, നമുക്ക് 1 1 എന്ന് പറയുമ്പോൾ നമ്മൾ പെയർ എഴുതുമ്പോൾ ആദ്യം എക്സും പിന്നെ വൈ ആണ് എഴുതുക. നോക്കൂ, എനിക്ക് എക്സിനും 1 കൊടുക്കാം, വൈക്കും 1 കൊടുത്തു നോക്കാം. അപ്പോൾ വൈക്ക് 1 ആണ്, അതേപോലെ എക്സിന് നമ്മൾ 1 കൊടുത്തു നോക്കാം. അവിടെ 1ന്റെ സ്ക്വയർ ഉണ്ട്. 1 = 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 1 ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 = 1 സ്ക്വയർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഏത്, 1 1. ഓക്കെ, അപ്പോൾ y = x² ആവുന്ന ഒരു പോയിന്റ് ആണ് ഏത്, നമ്മൾ 1 1 എന്നുള്ള പോയിന്റ്. അപ്പൊ ഇത് ട്രൂ ആവുന്ന പോയിന്റ്സിൽ ഫംഗ്ഷൻ എന്താവില്ല, കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ ഈ പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അപ്പൊ ഇത്തരം പോയിന്റ്സിലൊന്നും എന്താവില്ല, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. ഓക്കെ.